കൊച്ചി നഗരത്തിൽ മഴയ്ക്ക് ശമനമുണ്ടെങ്കിലും വീടുകളിലും റോഡുകളിലും വെള്ളക്കെട്ട് തുടരുകയാണ്. കളമശ്ശേരി VR തങ്കപ്പൻ റോഡിലെ വീടുകളിൽ ഇപ്പോഴും വെള്ളക്കെട്ട് രൂക്ഷമാണ്. വിവരങ്ങളുമായി കിരൺ കുമാറുണ്ട് കൊച്ചിയിൽ നിന്നും. കിരൺ, കഴിഞ്ഞ ദിവസത്തിൽ കളമശ്ശേരി അടക്കമുള്ള വിവിധ മേഖലകളിൽ വെള്ളം കയറിയൊരു സാഹചര്യമുണ്ടായിരുന്നു. അവിടുത്തെ ജനങ്ങളെയെല്ലാം മാറ്റി പാർപ്പിക്കുന്നൊരു കാഴ്ചയും നമ്മൾ കണ്ടതാണ്. കാക്കനാട് ചില റോഡുകളിൽ വിള്ളലുണ്ടാകുന്നൊരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ദേവിക, ഈ കൊച്ചിയിലും മഴയ്ക്ക് നേരിയ ശമനമുണ്ട്. എന്നിരുന്നാൽ പോലും ഇപ്പോഴും ഈ മഴയുടെ കെടുതികളൊന്നും തന്നെ അവസാനിച്ചിട്ടില്ലാത്ത കാഴ്ച തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. പല സ്ഥലങ്ങളിൽ നിന്നും വെള്ളം ഇറങ്ങി തുടങ്ങിയിട്ടേ ഉള്ളൂ. എന്നാൽ ഈ 2 ദിവസം തുടർച്ചയായി പെയ്ത മഴ വലിയ നാശനഷ്ടങ്ങൾ തന്നെയാണ് വരുത്തിവെച്ചിരിക്കുന്നത്. പല വീടുകളിലേക്കും വെള്ളം കയറിയിട്ടുണ്ട്. നിരവധി വീടുകളിൽ നിന്ന് ആളുകളെ മാറ്റി പാർപ്പിക്കേണ്ടതായിട്ടുള്ള സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് കളമശ്ശേരി VR തങ്കപ്പൻ റോട്ടിലുള്ള വീടുകളാണ്. ഈ സ്ഥലത്തുള്ള വീടുകളിൽ പലതും നേരത്തെ, അതായത് കഴിഞ്ഞ 2 ദിവസമായിട്ട് കൂടുതൽ വലിയ രീതിയിൽ തന്നെ വെള്ളക്കെട്ട് അനുഭവപ്പെട്ടിരുന്ന സ്ഥലമാണ്. ഇന്ന് രാവിലെയാണ് പല വീടുകളും ആളുകൾ വൃത്തിയാക്കി പുറത്തേക്ക് ഇറങ്ങാൻ സാധിച്ചിട്ടുള്ളത്. അതായത് വീടുകൾക്കുള്ളിലേക്ക് കയറിയ മാലിന്യങ്ങളെല്ലാം തന്നെ ഇന്ന് രാവിലെ മാത്രമാണ് ആളുകൾക്ക് നീക്കാൻ സാധിച്ചത്. ഈ വീടുകളിലേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്കിവിടുത്തെ ദൃശ്യം, ഇതൊക്കെ വീടുകളിൽ വന്നിട്ടുള്ള പാട്, അതായത് വീടിനെ എന്തായിരുന്നു ഈ പാട്? ഇത് വെള്ളം നിറഞ്ഞു കയറിയാണിത്. 2.5 അടി 3 അടി ആയിട്ടാണ് വെള്ളം കയറി. ഈ ലെവലിൽ അകത്തുമൊക്കെ വെള്ളം വരുന്നത്. കട്ടിലും ഇതൊക്കെ പോയി ആകെ. ഈ പെട്ടെന്ന് വെള്ളം കയറിയായിരുന്നോ? ഇങ്ങനെ സാധനങ്ങളൊക്കെ മാറ്റിയാനായിട്ട് സാധനങ്ങളൊക്കെ മാറ്റിയായിരുന്നു. ഇന്നലെ കയറിയായിരുന്നല്ല, 2 ദിവസവും ഇത് തന്നെയായിരുന്നു സംഭവം. ഇന്നലെ കയറിയത് കൊണ്ട് ഇന്നലെ അങ്ങോട്ട് മാറ്റി എല്ലാം ഷിഫ്റ്റ് ചെയ്ത് ആകെ വേറെ അതുകൊണ്ട് വലിയ കേടുപാടുകളൊന്നും കാര്യമായിട്ട് ഉണ്ടായില്ല. അത് എപ്പോഴാണ് ഈ വെള്ളം ഇറങ്ങി തുടങ്ങിയത്? വെള്ളം ഇപ്പൊ രാവിലെയാണ് ഇറങ്ങി തുടങ്ങിയത്. ഇന്നലെ കയറിയ വെള്ളം ഇന്ന് ഫുള്ള് കിടന്നിട്ട് ഇന്ന് രാവിലെ ഒരു 6-7 മണി ആയപ്പോഴാണ് ഇങ്ങനെ ഇറങ്ങാൻ തുടങ്ങിയത്. അതുവരെ ഫുള്ള് ഈ ലെവലിൽ വെള്ളം കിടക്കുമായിരുന്നു. സാധാരണ ഇങ്ങനെ കിടക്കുക. ഇതിന് മുമ്പും ഫ്ലഡിന് ശേഷം കയറിയിട്ടുണ്ട്. കയറിയെങ്കിൽ ഇത്രയും നിന്നിട്ടില്ല. ഇതിപ്പോൾ ആദ്യമായിട്ടാണ് ഇത്രയും വെള്ളം നിൽക്കണം. മറ്റേ കയറിയാൽ ഒരു അരമണിക്കൂർ 1 മണിക്കൂർ കഴിയുമ്പോൾ ഇറങ്ങിപ്പോവും. ഇതിപ്പോൾ ഇത്രയും നേരമായിട്ടും ഇറങ്ങിയില്ല. കറണ്ടും ഇല്ല. എല്ലാം ബുദ്ധിമുട്ടായിപ്പോയി. ദേവിക, ഇവർ തന്നെ സൂചിപ്പിക്കുന്ന പോലെ ഈ 2 ദിവസം വലിയ തന്നെയായിരുന്നു ഇവിടെ നേരിടേണ്ടി. പൊക്കത്തിന്റെ സമയത്തൊക്കെ വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ പ്രളയത്തിന്റെ സമയത്തൊക്കെ വെള്ളം കയറിയിട്ടുണ്ടായിരുന്നെങ്കിലും പിന്നീട് ഇത്തരം കൊച്ചിയിൽ രൂക്ഷമായ വെള്ളക്കെട്ട് രൂപപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. മഴയ്ക്ക് ശമനം ഉണ്ടായെങ്കിൽ പോലും മഴക്കെടുതി അവസാനിക്കുന്നില്ല. റോഡുകളിലും വീടുകളിലും എല്ലാം വെള്ളം കയറുന്ന സാഹചര്യമാണ്. ജനങ്ങളെ ഇവിടെ നിന്നെല്ലാം മാറ്റി പാർപ്പിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം കളമശ്ശേരിയിലടക്കം വലിയ വെള്ളക്കെട്ടാണ് രൂപപ്പെട്ടത്. കിരൺ തുടരുന്നുണ്ട്. കിരൺ, നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വലിയ ഗതാഗത കുരുക്കാണ് കൊച്ചിയിൽ അനുഭവപ്പെട്ടത്. ഇപ്പോൾ അതിനൊക്കെ ഒരു മാറ്റം സംഭവിച്ചിട്ടുണ്ടോ? എന്തൊക്കെയാണ് അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ? ദേവിക, ഈ VR തങ്കപ്പൻ കോളേജ് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇവിടുത്തെ ഈ പ്രശ്നങ്ങൾ ഒന്നുകൂടി അതിലേക്ക് പോവുകയാണ്. ഏതായാലും ഈ ആളുകൾ സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഈ തുടർച്ചയായിട്ട് ഈ 2 ദിവസത്തെ വെള്ളക്കെട്ടുണ്ടാവുന്നു. ഇതിന് കളമശ്ശേരി നഗരസഭ പറഞ്ഞത് മഴക്കാല മുന്നൊരുക്ക പ്രവർത്തനങ്ങളൊക്കെ നടത്തിയിരുന്നു എന്നുള്ളതാണ്. പക്ഷെ എന്നാലും അതൊന്നും പ്രവർത്തനങ്ങളൊക്കെ നടത്തിയിരുന്നു എന്നുള്ളതാണ്. പക്ഷെ എന്നാലും പ്രായോഗികമായിട്ടില്ല എന്ന് വ്യക്തമാക്കിയല്ലേ ഇപ്പോൾ ഈ വെള്ളക്കെട്ട്? പ്രായോഗികമെന്ന് പറഞ്ഞാൽ മുന്നൊരുക്കങ്ങൾ നടത്തി. മുന്നൊരുക്കം എന്ന് പറഞ്ഞാൽ ഇവിടെ നടക്കണ എന്താണെന്ന് വെച്ചാൽ ഇതിൽ കുറച്ച് ചെളി കോരുക, ഇവിടെ ഇടുക. ഈ പ്രാവശ്യം പറ്റിയത് എന്താണെന്നറിയോ? മുന്നൊരുക്കം കുറച്ച് താമസിച്ചുപോയി. ചെളി കോരി വീടിൻ്റെ അവിടം വരെ എത്തിയുള്ളൂ. അവർ കോരി ഈ സൈഡിലേക്ക് ഇട്ടു. അന്ന് തന്നെ മഴ പെയ്തു. ആ മഴ പെയ്തപ്പോൾ അതെല്ലാം കൂടി അങ്ങോട്ട് തന്നെ പോയിട്ടുണ്ട്, റോഡിലേക്ക് തന്നെ പോയിട്ടുണ്ട്. ഈ വെള്ളക്കെട്ട് ഇത്രയും രൂക്ഷമായേക്കണത് ഇത്രയും രൂക്ഷമായേക്കണത് ഒരു 4 കൊല്ലം നമ്മുടെ പ്രളയം കഴിഞ്ഞിട്ട് ആ ഒരു ടൈമിൽ സംഭവം. ഇതിൻ്റെ ഏറ്റവും ഒരു ഇത് നമ്മൾ നോക്കുമ്പോൾ നമ്മൾ എൻജിനീയേഴ്സ് കാര്യങ്ങളൊന്നുമല്ല എങ്കിലും ഇപ്പോൾ ഈ കാണുന്ന പാലം, ഇതുപോലെ മുനിസിപ്പാലിറ്റിയുടെ പാലങ്ങളുണ്ട്. ആ വരുന്ന തോടിനെ ഇവിടെ ഒരു വെൽമൗത്ത് ഉണ്ടാക്കുകയാണ് വണ്ടി തിരിയാൻ. ഈ തോട്ടിൽ നിന്ന് 1.5 അടി അങ്ങോട്ടും അവിടെ നിന്ന് ആ എൻട്രിയിൽ നിന്ന് 1.5 അടി ഇങ്ങോട്ടും നീക്കിയിട്ട് ഒരു വെൽമൗത്ത് ഉണ്ടാക്കി വെച്ചാൽ ഈ തോടിൻ്റെ അവസ്ഥ ഉണ്ടാവും. ഒരു ഫണലായി അവിടെ നിന്ന് അത്രയും വീതിയിൽ വന്നിട്ട് ഇവിടെ വരുമ്പോൾ 1.5 അടി അങ്ങോട്ട്, അവിടെ നിന്ന് 1.5 അടി ഇങ്ങോട്ട്. അതിൻ്റെ മുകളിലെ പാലം വാർത്ത് വെച്ചാണ് വെൽമൗത്ത് ഉണ്ടാക്കിയാണ് എക്സ്ട്രാ ഉണ്ടാക്കിയേക്കെന്താ. അപ്പോൾ വെള്ളം അവിടെ തടസ്സപ്പെട്ടു. 2, ഈ ലെവലിലല്ല റോഡ് പോകണം. ഇത് അങ്ങോട്ട് ചെല്ലുന്തോറും റോഡ് പൊക്കം കൂട്ടി പുതിയ നിർമ്മാണം നടക്കുമ്പോൾ അതനുസരിച്ച് പൊക്കം കൂടി പോയേക്കാണ്. ഒരു ലെവലൊന്നുമില്ല. അപ്പോൾ എന്ത് പറ്റും?
വെള്ളം പതുക്കെ ഒന്നിരിക്കുമ്പോഴത്തേക്കും തോടും റോഡും ഒന്നായി ഒഴുകിയത് വെള്ളം താഴേക്ക് ഇരിക്കുമ്പോൾ അവിടെ പോയി ഇടിച്ച് നിൽക്കും. അപ്പോൾ അതിൻ്റെ ഇപ്പുറത്തേക്ക് വെള്ളക്കെട്ട് വരും. ഏറ്റവും വലിയ കാര്യം ഇതൊന്നുമല്ല, ഇതുണ്ട്, എന്നാലും ഏറ്റവും വലിയ കാര്യം ജഡ്ജി മുക്ക് അവിടെ നിന്ന് തുടങ്ങുന്ന PWD റോഡ്, നമ്മുടെ മുക്കാട്ടുപടി റോഡാണത്. അമ്പലത്തിൻ്റെ അവിടെ കൊണ്ടുവന്നിട്ട് വലിയ കാന ഉണ്ടാക്കിയിട്ട് മോഡൽ എഞ്ചിനീയറിംഗ് കോളേജ് BNB ഹോസ്പിറ്റലിൻ്റെ അവിടെ നിന്ന് എല്ലാമുള്ള ഒരു 2 കിലോമീറ്ററോളം ഉള്ള വെള്ളം കംപ്ലീറ്റ് ഡെഡ് എൻഡ് കൊടുത്തേക്കാണ് തൃക്കാക്കര അമ്പലത്തിൻ്റെ മുമ്പിൽ. അത് കംപ്ലീറ്റ് അവിടെ നിറഞ്ഞിട്ട് റോഡിനെ കവർ ചെയ്യും, ഹൈവേനെ കവർ ചെയ്തിട്ട് നേരെ അമ്പലം ഭാഗത്തേക്ക് ഒഴുകും. തൃക്കാക്കര അമ്പലത്തിൻ്റെ കോമ്പൗണ്ടിൽ മതിലിടിഞ്ഞില്ല, അവിടെ ഒഴുകിയിട്ട് തൃക്കാക്കര അമ്പലത്തിൻ്റെ അകത്തുകൂടെ ഒഴുകി അവിടെ വീടുകളെ കംപ്ലീറ്റ് മുക്കിയിട്ട് അത് കംപ്ലീറ്റ് വരുന്നത് ഈ ചെറിയ തോട്ടിലേക്കാണ്. അത് ഭയങ്കര ക്വാണ്ടിറ്റിയ വെള്ളം, എല്ലാവർക്കും അറിയാം. മെട്രോ കളമശ്ശേരി കുസാറ്റ് മെട്രോയുടെ അവിടെ നിന്ന് 2 പെൻ സ്റ്റോക്ക് പൈപ്പ് പോലത്തെ പൈപ്പ് വെച്ചിരിക്കുകയാണ്. ഫുൾ വെള്ളം ചാർജ് ചെയ്തിരിക്കുന്നത് ഇതിലേക്കാണ്. കുസാറ്റിൽ നിന്ന് ഫുൾ വെള്ളം ചാർജ് ചെയ്തിരിക്കുന്നതാണ്. ചങ്ങമ്പുഴ നഗറിൽ നിന്ന് ഹൗസിംഗ് ബോർഡ് കോംപ്ലക്സിൽ നിന്നുള്ള ഫുള്ള് വെള്ളവും ഈ തോട്ടിലേക്ക് ചാർജ് ചെയ്തു. ആ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇത് പുഴവെള്ളമല്ലേ കാണുന്നത്, മഴ പെയ്യുന്ന വീടുകളിൽ നിന്ന് വന്ന ആ വെള്ളം ആണ് ഈ വെള്ളപ്പൊക്കം ഉണ്ടാക്കുന്നത്, അല്ലാതെ പുഴയിൽ നിന്ന് കയറി വരുന്ന വെള്ളമല്ല ഇത്. അപ്പോൾ ഇത്രയും വെള്ളം ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത് ഈ 4 ചാർജിങ്ങും വേറെ വഴിക്ക് തിരിച്ചു വിടാനുള്ള സോഴ്സ് ഉണ്ട്, പക്ഷേ തിരിച്ചു വിട്ടിട്ടില്ല. അതുകൊണ്ടാണ് ഈ വെള്ളപ്പൊക്കം ഇവിടെ ഉണ്ടാവുന്നത്. ഏതായാലും വളരെയധികം നന്ദി. ഏതായാലും ആളുകൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ അശാസ്ത്രീയമായ നിർമ്മാണ പ്രവൃത്തി, അത് നഗരസഭ നടത്തിയിട്ടുള്ള ഈ നിർമ്മാണ പ്രവൃത്തികൾ തന്നെയാണ് ഈ വെള്ളക്കെട്ടിന് ഒരു കാരണമായിട്ട് സൂചിപ്പിക്കുന്നത്. പല ഭാഗങ്ങളിലും പ്രത്യേകിച്ച് കൊച്ചി കോർപ്പറേഷന്റെ ഭാഗത്ത് തൃക്കാക്കര നഗരസഭയുടെയും കളമശ്ശേരി നഗരസഭയുടെയും അടക്കം നിരവധി ഭാഗത്താണ് കഴിഞ്ഞ ദിവസത്തെ മഴയിൽ വലിയ രീതിയിൽ വെള്ളം കയറിയത്. നിലവിൽ 5 ദുരിതാശ്വാസ ജില്ലയിൽ ആരംഭിച്ചിരിക്കുന്നത്. അതിൽ ദുരിതാശ്വാസ ക്യാമ്പ് തുടങ്ങേണ്ടതായിട്ടുള്ള സാഹചര്യം ഉണ്ടായത്. ഈ മഴക്കാലത്തും കൊച്ചിയിലെ ജനജീവിതം ദുസ്സഹമായി തന്നെ തുടരുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. തത്സമയം കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു കിരൺ കുമാർ.